സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എം.ജി. മിഥുൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മിഥുൻ, പുതിയ മുന്നറിയിപ്പ് ഏത് രീതിയിലാണ്? കാലവർഷം കനക്കുകയാണോ? അശ്വതി, തിരുവനന്തപുരത്ത് നിലവിൽ അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും തന്നെ അതിശക്തമായ മഴയാണ് രാവിലെ മുതൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രകടമാകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ മുതൽ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കാണാൻ സാധിക്കുന്നത്. അതേസമയം 3 ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം 3 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ മാത്രമാണ് അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിക്കാതിരുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ പുതിയ അലർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ പല മേഖലകളിലും, മലയോര മേഖലകളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. തെക്കൻ ജില്ലയെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് വടക്കൻ ജില്ലയിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലുമാണ് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു മുന്നറിയിപ്പാണ് പുറത്തുവരികയും ചെയ്യുന്നത്. എന്തായാലും തെക്കൻ കേരളത്തിൽ കൂടി അതിശക്തമായ മഴ വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസവും രാവിലെ മുതൽ മഴയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയും അതിശക്തമായ മഴ പെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ ആരംഭിച്ച മഴയാണ് ഇപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗര കേന്ദ്രങ്ങളിൽ പലയിടത്തും ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ മഴ വന്നു കഴിഞ്ഞാൽ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. അത് പിന്നീട് അതിനു വേണ്ടിയുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പലയിടങ്ങളിലും കുഴി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. എന്തായാലും രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തലസ്ഥാന ജില്ലയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. മിഥുൻ, നമ്മളൊരു വലിയ വേനലിനെ അതിജീവിച്ച് വന്നവരാണ്. അപ്പം ഒന്ന് മഴ പെയ്തെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ മഴ പല കാര്യങ്ങൾക്കും തടസ്സമാകുന്നുണ്ടല്ലേ? ഇന്നിപ്പോ യോഗാ ദിനമായിരുന്നു. തിരുവനന്തപുരത്തെ പരിപാടികളൊക്കെ മഴ ഏകദേശമൊക്കെ മുടക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. കാരണം രാവിലെ 7 മണിക്കായിരുന്നു സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്ന യോഗാ ദിനാചരണത്തിന്റെ പരിപാടി ക്രാഫ്റ്റ് വില്ലേജിൽ തയ്യാറാക്കിയിരുന്നത്. പക്ഷേ പിന്നീട് മഴ പെയ്തതിനെ തുടർന്ന് ആ പരിപാടി വൈകിപ്പോവുകയായിരുന്നു ചെയ്തത്. ഏകദേശം 8 മണിയോടുകൂടിയാണ് ആ പരിപാടി ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്തത്. പൂർണ്ണമായും കുട്ടികളൊക്കെ തന്നെ ഏകദേശം 500-ൽ പരം കുട്ടികൾ, വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ മഴ നനഞ്ഞ് ആ ഒരു സ്പിരിറ്റോട് കൂടി അവിടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യോഗാ ദിനത്തിന്റെ ഭാഗമായി പൂർണ്ണമായും അവർ നനഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഈ പരിപാടിയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു എങ്കിൽ പോലും തന്നെ മറ്റ് സംഭവങ്ങളൊന്നും, അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നിലവിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വീശിയടിച്ചേക്കാവുന്ന കാറ്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുള്ളവർക്ക് രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം, അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അത് പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ പലയിടങ്ങളിലും ഈ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് അതിന്റെ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പുഴയരികിൽ താമസിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കരമനയാറ്റിലടക്കം വെള്ളം ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരെ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ ശക്തമായ മഴ ഇങ്ങനെ മലയോര മേഖലയിൽ തുടരുമ്പോൾ അവിടെയൊക്കെ അരുവിക്കര ഡാം, ഒപ്പം തന്നെ നെയ്യാർ ഡാം അടക്കമുള്ള പല സെന്റിമീറ്ററുകളും തുറക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 0.5 സെന്റിമീറ്റർ കൂടി തുറന്നുവിടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന് വീണ്ടും കൂടുതൽ ഷട്ടർ ഉയർത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ പുതിയ അലർട്ട് പുറത്തുവരും. ആ അലർട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏത് അലർട്ടാണ്, അല്ലെങ്കിൽ അതിതീവ്ര മഴയോ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത കൂടിയായിരിക്കും ഇനിയുള്ള കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം മുന്നോട്ട് വെക്കുക. ശരി, എം.ജി. മിഥുനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകി. എന്തായാലും 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. പുതിയ അലർട്ട് വരുന്നതേയുള്ളൂ. അത് പ്രകാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്താണ് എന്നുള്ളത്.